എല്ലാ ഫീൽഡും, മെഡിക്കൽ, എഡ്യൂക്കേഷൻ, ലോ, എനി ഫീൽഡ് ദാറ്റ് യു ടേക്ക്, അതിനകത്തൊക്കെ ചേഞ്ചസ് വരാൻ പോവുകയാണ്. പണ്ടൊക്കെ നമുക്കതൊന്നും സ്വപ്നം കാണാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു എങ്കിൽ ആ ഒരു ഇൻഫിനിറ്റ് ലിവറേജ് ഉള്ളൊരു വേൾഡാണ് നമ്മളിന്ന്. കഴിഞ്ഞ കൊല്ലം കോളേജിൽ നിന്ന് ഇറങ്ങിയ ആളും ഒരുമിച്ചാണ് ഇത് പഠിക്കുന്നത്. 20 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കൊരു അഡ്വാൻറ്റേജ് ഇല്ല. ക്ലാരിറ്റി ഓഫ് മൈൻഡ് അത് ഡെവലപ്പ് ചെയ്യാൻ ആൾക്കാർ ശ്രമിക്കണം. ഇവിടെ നിന്ന് നന്നായിട്ട് പഠിച്ച് ഇവിടെ തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. The problems are there. Like if you look at all the unicorn companies here. അപ്പോൾ നമ്മളിന്ന് ഏറ്റവും ഡിസ്ട്രപ്റ്റീവ് ആയിട്ടുള്ളൊരു പീരീഡിലാണ് നിൽക്കുന്നത്. നമ്മൾ പറയുന്നത് ടെക്നോളജി ഭയങ്കര വേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലേക്ക് എന്താണ് നടക്കാൻ പോകുന്നതെന്ന് പറയുന്ന ആകാംക്ഷയോടുകൂടി എല്ലാ കമ്പനീസും നാട് മുഴുവൻ കോൺക്ലേവുകൾ നടത്തുകയാണ്. അപ്പോൾ ഇതിനകത്ത് എല്ലാ സ്ഥലങ്ങളിലും ചർച്ച ചെയ്യപ്പെടുന്ന പലപ്പോഴും ഒരേ വിഷയങ്ങൾ തന്നെ ആയിരിക്കും. നമുക്ക് അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കി തരേണ്ട കേപ്പബിലിറ്റി ഉള്ള ഒരാളാണ് നമ്മുടെ ഇന്ന് ഗസ്റ്റായിട്ട് വന്നിരിക്കുന്നത്. അമൃത് സഞ്ജീവ്, സ്റ്റാഫ് ഡെവലപ്പർ അഡ്വക്കേറ്റ് അറ്റ് ഗൂഗിൾ. നമ്മുടെ നാട്ടിൽ ഒരു ചെറിയ കമ്പനിയിൽ സാധാരണ ഒരു കോളേജിൽ നിന്ന് വന്നിട്ട് സ്റ്റാർട്ട് ചെയ്തു. സെൽഫായിട്ട് പഠിച്ച് പിയേഴ്സിനോട് കൂടെ ചേർന്ന് പഠിച്ചിട്ട് ഇന്ത്യയിലെ അല്ല വേൾഡിലെ തന്നെ ഏറ്റവും വലിയ ആൻഡ്രോയിഡ് കമ്മ്യൂണിറ്റി ബാംഗ്ലൂർ BLR ഡ്രോയിഡ് എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തു. അതുവഴി ഗൂഗിളിൻ്റെ ശ്രദ്ധയിലേക്ക് എത്തിപ്പെടുകയും പിന്നെ ഇന്ത്യയിൽ നിന്നുള്ള ആദ്യത്തെ ഗൂഗിൾ ഡെവലപ്പർ എക്സ്പേർട്ട്, അത്തരം ഓപ്പർച്യൂണിറ്റിയിലൂടെ കടന്നു പോയിട്ട് ഇന്ന് ഗൂഗിൾ IOയിലേക്ക് നിരവധി തവണ US നടക്കുന്ന ഗൂഗിൾ IOയിൽ സ്പീക്കറായിരുന്നു. ആൻഡ് ഈ കണ്ടിന്യൂസ്ലി റിസർച്ച് ഓൺ വാട്ട് ഈസ് ഹാപ്പനിങ് അറൗണ്ട് ദ വേൾഡ്. ആൻഡ് ഓരോ ദിവസം കഴിയുമ്പോഴും അല്ലെങ്കിൽ ഓരോ വർഷം കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും അമൃതിനെ കാണുന്ന സമയത്ത് കഴിഞ്ഞ വർഷത്തിൽ നിന്നും എത്രത്തോളം ഒരു ഡെൽറ്റ ഓഫ് ലേണിംഗ് ഉണ്ട്, എന്തുമാത്രം ഇമ്പ്രൂവ് ചെയ്യുന്നു. കാര്യം ആ ഒരു സെൽഫ് ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ആ പഠിക്കുന്ന ഓരോ കാര്യവും തൻ്റെ ട്വിറ്ററിലൂടെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന ഒരാളാണ്. ആൻഡ് ലക്കിലി വി ഹാവ് ഹിം ഇൻ കേരള ടുഡേ. ആൻഡ് അങ്ങനെയാണ് നമ്മൾ ഇന്നൊരു വീഡിയോ പോഡ്കാസ്റ്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നത്. വെൽക്കം. Thank you. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമുക്ക് അറിയേണ്ടത് എന്താണ് ഇവിടെ സംഭവിക്കുന്നത്. നമ്മളൊരു വളരെ ചേഞ്ച് നിറഞ്ഞ ഒരു സമയത്ത് കൂടെയാണ് പോകുന്നത്. വൺ ഇസ് AI. ഡെഫിനറ്റ്ലി ലോട്ട് ഓഫ് തിങ്സ് ആർ ചേഞ്ചിങ് ബിക്കോസ് ഓഫ് ദാറ്റ്. പുതിയ കാര്യങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. നോട്ട് ഓൺലി ഇൻ ടേംസ് ഓഫ് AI ഒരു ഇൻഡസ്ട്രിയിൽ വരുന്നത് മാത്രമല്ല, കൺസ്യൂമറിലേക്ക് വരുന്നത് മാത്രമല്ല, നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നതും നമ്മുടെ ജോലി എങ്ങനെയാണ് ചെയ്യുന്നത് ടെക്നോളജി ഏരിയയിൽ മാത്രമല്ല, ബാക്കി എല്ലാ റെലവൻറ്റ് ഏരിയാസിലും ഹൗ പീപ്പിൾ ആർ ഡൂയിങ് ദ ജോബ്, അതിലൊക്കെ ചേഞ്ചസ് വരുത്തുന്ന ഒരു വളരെ ഡിസ്ട്രപ്റ്റീവ് ആയിട്ടുള്ള ടെക്നോളജിയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ഇതൊരു പുതിയ ഏരിയ അല്ല. ദ റിസർച്ച് ഹാസ് ബീൻ ദെയർ ഫോർ മെനി ഇയേഴ്സ്. കുറേ കൊല്ലമായിട്ട് ആൾക്കാർ റിസർച്ച് ചെയ്യുന്നതും കുറേ കൊല്ലമായിട്ട് ഇതിനെക്കുറിച്ച് ഇംപ്രൂവ്മെൻറ്റ്സ് നടത്തിക്കൊണ്ട് വരുന്നത് സാർ. ബട്ട് റൈറ്റ് നൗ ഇറ്റ്സ് ലൈക്ക് എവറിത്തിങ് ഹാസ് കം ടുഗെദർ. ഗുഡ് ഹാർഡ്വെയർ, there is power enough to kind of new algorithms, അങ്ങനത്തെ പല കാര്യങ്ങൾ ഒരുമിച്ച് ഡേറ്റ ഇതെല്ലാം കമ്പൈൻ ചെയ്ത് വന്നപ്പം this is like the perfect storm. For the next couple of years things are going to change drastically. ഒന്ന് കൺസ്യൂമർ സൈഡിലായിരിക്കും. ഞാൻ ടെക്നോളജിയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ ഡെവലപ്പേഴ്സ് അങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ ഒരു സൈഡ് കൺസ്യൂമർ ചേഞ്ചസ് ഉണ്ടാവും. അതായത് എങ്ങനെയാണ് ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത്, ഫോൺ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, TV എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, കാർ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, അതിലൊക്കെ ചേഞ്ചസ് കുറച്ച് വരും. ദിസ് വിൽ ഓഗ്മെൻറ്റ് ഇറ്റ് സെൽഫ്. Where you will get relevant information the right way to you. ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നതോറും ടുവേർഡ്സ് കൺസ്യൂമർ ടു ഡെവലപ്പർ ടെക്നോളജിസ്റ്റ് എന്നുള്ള പറയുമ്പം നമ്മൾ എങ്ങനെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്, പഠിക്കുന്നത്, ആ കാര്യങ്ങളിൽ വ്യത്യാസങ്ങൾ വരും. വേറെ ടൂൾസ് അസിസ്റ്റൻസിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരും. ഇപ്പം ഡെവലപ്പർ കോഡ് എഴുതുന്നതിൽ തന്നെ ഒരുപാട് കോഡ് ഓട്ടോമാറ്റിക്കലി ഇപ്പം AI അസിസ്റ്റ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലി എഴുതുന്നുണ്ട്. ഇപ്പോൾ ആൻഡ്രോയിഡ് സ്റ്റുഡിയോ എടുക്കുകയാണെങ്കിൽ നമ്മൾ ചില കോഡ് ചില സെക്ഷൻസൊക്കെ എഴുതുമ്പം അത് ഓട്ടോമാറ്റിക്കലി പറയുന്നുണ്ട് ഇതിങ്ങനെയല്ല, വേറെ രീതിയിൽ എഴുതാൻ കുറച്ചും കൂടി എഫിഷ്യൻ്റായിട്ട്. ഇങ്ങനത്തെ സജഷൻസ് ഒക്കെ തരും. നോട്ട് ഓൺലി ആ സജഷൻ ഇസ് ഗുഡ്, ഇറ്റ് മേക്സ് യു റൈറ്റ് എ ബെറ്റർ പ്രോഗ്രാം, ഇറ്റ് ഓൾസോ ടെൽസ് യു ദ ബെറ്റർ വേ ഓഫ് റൈറ്റിംഗ് സംതിങ് വിത്തൗട്ട് യു ആക്റ്റീവ്ലി ഗോയിങ് ആൻഡ് സെർച്ചിങ് ദ ഇൻ്റർനെറ്റ്. സ്റ്റാക്ക് ഓവർഫ്ലോയിൽ പോയി നോക്കാതെ പോലെ നമുക്ക് മനസ്സിലാവും കൃത്യമായിട്ട് ഇതിനെക്കാട്ടി നല്ല രീതിയിൽ ഇങ്ങനെയാണ് എഴുതേണ്ടത്, എന്തുകൊണ്ടാണ് അതങ്ങനെ മാറ്റി എഴുതേണ്ടത്, അതും അത് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ പഠിക്കുന്ന രീതി ഒരുപാട് മാറും. പിന്നെയുള്ളത് ഇത് ഡെവലപ്പറിൻ്റെ അസിസ്റ്റീവ് പാർട്ട്. നമ്മൾ ഒരു ഡെവലപ്പർ എന്നുള്ള കോഡ് എഴുതുന്നത് തന്നെ കംപ്ലീറ്റ്ലി മാറി തുടങ്ങി.
ഡേറ്റേനെ കുറേ കൂടി പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങി. സോ ആ ഒരു ചേഞ്ച് നോക്കുമ്പോൾ എല്ലാ ഫീൽഡും, മെഡിക്കൽ, എഡ്യൂക്കേഷൻ, ലോ, എനി ഫീൽഡ് ദാറ്റ് യു ടേക്ക്, അതിനകത്തൊക്കെ ചേഞ്ചസ് വരാൻ പോവുകയാണ്. ആൻഡ് ഇറ്റ്സ് ഗോണ ബി വെരി നൈസ്. ഇറ്റ്സ് ഒരു ഓപ്റ്റിമിസ്റ്റിക് ആയിട്ട് കാണാനാണ് എനിക്ക് താല്പര്യം. കാരണം കോഷ്യസ്ലി ഓപ്റ്റിമിസ്റ്റിക് ഇസ് ഹൗ ഐ വുഡ് പുട്ട് ഇറ്റ്, where this is going to definitely improve the ability for people to find information. It is going to definitely make it easier for understand things. അതെല്ലാം അഡ്വാൻറ്റേജസ് ആണ്. ഡിസഡ്വാൻറ്റേജസിനെ കുറിച്ചൊക്കെ ആൾക്കാർ സംസാരിക്കാറുണ്ട്. ജോലി നഷ്ടപ്പെടും എന്നുള്ളതാണ് ഏറ്റവും വലിയ ആൾക്കാരുടെ ക്വസ്റ്റ്യൻ. AI വന്നിട്ട് നിങ്ങളുടെ ജോലി എടുത്തിട്ട് പോവില്ല. AI ഉപയോഗിക്കാൻ അറിയുന്ന ആൾ നിങ്ങളെ റീപ്ലേസ് ചെയ്യാൻ നല്ല ചാൻസ് ഉണ്ട് ഇഫ് യു ആർ നോട്ട് യൂസിങ് ഇറ്റ്. സോ ദാറ്റ് ഇസ് സംതിങ് ദാറ്റ് യു ഹാവ് ടു അഡാപ്റ്റ്. ഇത് ഇറ്റ്സ് ലൈക്ക് എ റെവല്യൂഷൻ ഇൻ ടേംസ് ഓഫ് ഹൗ വി ആർ ഡൂയിങ് തിങ്സ്. പണ്ട് ഇൻഫർമേഷൻ വാസ് ദ ബാരിയർ ഓൺ ഹൗ ദി എക്കോണമി വാസ് വർക്കിംഗ്. നൗ abundance of information will actually come. Lack of information വെച്ച് തിങ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഇസ് കണ്ടന്റ് ജനറേഷൻ സിസ്റ്റം ആണെങ്കിലോ അല്ലെങ്കിൽ ഒരു കാര്യം കണ്ടുപിടിക്കാൻ സെർച്ച് ചെയ്യാനാണെങ്കിലോ ഒക്കെ വളരെ എളുപ്പമായി തുടങ്ങി. സോ ഹോൾ സിസ്റ്റംസ് വിൽ ചേഞ്ച്. നമ്മൾ പഠിക്കുന്ന രീതിയാണെങ്കിൽ. സോ ആ ഒരു ചേഞ്ചിനെ നമ്മൾ ഉൾക്കൊള്ളാൻ മാക്സിമം ശ്രമിക്കുക എന്നുള്ളതാണ് ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതിനെ റെസിസ്റ്റ് ചെയ്യാതെ മാക്സിമം അതും കൂടി ഉൾക്കൊണ്ട് നമ്മളിപ്പോൾ ചെയ്യുന്ന ജോലി ഇതിനെയും കാട്ടി എഫിഷ്യൻ്റായിട്ട്, ഇതിനെയും കാട്ടി നന്നായിട്ടും, ഇതിനെയും കാട്ടി ഫാസ്റ്റായിട്ടും, ഇതിനെയും കാട്ടി കോസ്റ്റ് എഫക്റ്റീവായിട്ടും എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ മാക്സിമം ശ്രമിക്കാൻ നോക്കണം. ദാറ്റ് വുഡ് ബി വെയർ ദ നെക്സ്റ്റ് കപ്പിൾ ഓഫ് ഇയേഴ്സ് വുഡ് ബി ഫോർ അസ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും, നമ്മൾ അഡാപ്റ്റ് ചെയ്താലും ഇല്ലെങ്കിലും, ഈ മാറ്റം അവിടെ വന്നിരിക്കും. നമ്മൾ എല്ലാവരും അതിലൂടെ കടന്നു പോവുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. യെസ്. അപ്പോൾ ഒരു ആംഗിളിൽ നിന്നുകൂടി എനിക്കതിനെ കാണാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതായത് നമ്മുടെ IT കമ്പനി, നമ്മളൊരു IT എക്കോസിസ്റ്റം ആണല്ലോ കേരളത്തിൽ കൂടുതലും ടെക്നോളജി അങ്ങനത്തെ ഒരു കമ്പനീസിനെക്കാളും ഒരു IT സർവീസ് കമ്പനികളുടെ ഒരു എക്കോസിസ്റ്റമാണ് കേരളം പോലുള്ളത്. അപ്പോൾ അവിടെ ഏറ്റവും വലിയൊരു ചലഞ്ച് ഇപ്പോൾ ഫേസ് ചെയ്യുന്നത്, യു ഡു നോട്ട് നോ ഒരു പൈപ്പ് ലൈൻ ഓഫ് പ്രോജക്ട്സ് എന്താണെന്ന് അറിയില്ല, എന്ത് തരം റിസോഴ്സിനെ കമ്പനികളിലേക്ക് ഹയർ ചെയ്യണം എന്നറിയില്ല, എന്തായിരിക്കും ഫ്യൂച്ചർ എന്നുള്ളതിനകത്ത് വളരെ ഒരു അൺസർട്ടനിറ്റിയിൽ നിൽക്കുന്നതാണ്. പല സ്ഥലങ്ങളിലും ഹയറിംഗ് ഫ്രീസ് ഉണ്ട്. കഴിഞ്ഞ തവണ ഹയർ ചെയ്യപ്പെട്ട ആൾക്കാർ പോലും ഇന്നും പ്രോജക്ട്സിൽ ഡിപ്ലോയിഡ് ആയിട്ടില്ല. ആൻഡ് വാട്ട് ഷുഡ് ദേ ബി പ്രിപ്പയർഡ് ഫോർ? ഐ തിങ്ക് ദേ ഷുഡ് സ്കിൽ ദംസെൽസ് അപ്പ്. ഈ ടൂൾസ് പഠിക്കുക. എല്ലാ ദിവസവും പുതിയ പുതിയ ടൂൾസും പുതിയ പുതിയ ടെക്നീക്സും വരുന്നുണ്ട്. വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നൊരു സ്പേസാണ്. അപ്പം അതിനെക്കുറിച്ച് നമ്മൾ നന്നായിട്ട് പഠിക്കുക, മനസ്സിലാക്കുക. എങ്ങനെ ഞാൻ പറഞ്ഞ ലൈക്ക് ദ 3 പാരാമീറ്റേഴ്സ് യു ക്യാൻ ഇംപ്രൂവ് ഇൻ ആൻ പ്രോജക്റ്റ് ഇസ് ടൈം, മണി ആൻഡ് എഫിഷ്യൻസി ഇൻ ഹൗ യു ആർ ഡൂയിങ് ഇറ്റ്, റൈറ്റ്? ഇത് 3ഉം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെക്നോളജിയാണ്. എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെ സ്കിൽ അപ്പ് ചെയ്യാൻ പറ്റും. ദിസ് ഓൾസോ ഗോണ ബി, ഇപ്പം നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന യു ക്യാൻ ഓൾസോ തിങ്ക് ഓഫ് ഇറ്റ് ആസ് എ ലെവലർ. 20 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആളും ഇന്നലെ കഴിഞ്ഞ കൊല്ലം കോളേജിൽ നിന്ന് ഇറങ്ങിയ ആളും ഒരുമിച്ചാണ് ഇത് പഠിക്കുന്നത്. 20 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആൾക്കൊരു അഡ്വാൻറ്റേജ് ഇല്ല ഇവിടെ. കാര്യം ടെക്നോളജി പുതിയതാണ്, നിങ്ങൾ ആദ്യം തൊട്ട് ഇപ്പോഴാണ് പഠിക്കുന്നത്. അപ്പം ഇറ്റ്സ് ഓൾസോ എ ലെവൽ പ്ലേയിങ് ഫീൽഡ് ഫോർ മെനി തിങ്സ്. സോ അങ്ങനെ ഒരു നല്ല കാര്യം വേണമെങ്കിൽ ആലോചിക്കാം. നിങ്ങൾക്ക് പുതിയ കുട്ടികൾക്ക് എല്ലാവർക്കും ദിസ് ഇസ് എ ലെവൽ പ്ലേയിങ് ഫീൽഡ് ഫോർ യു. യു ക്യാൻ കമ്പീറ്റ് വിത്ത് പീപ്പിൾ വിത്ത് എ ലോട്ട് മോർ എക്സ്പീരിയൻസ്. ഇഫ് യു ആർ ഗുഡ് അറ്റ് ദ വർക്ക്, യു ആർ ഫാസ്റ്റർ അറ്റ് ദ വർക്ക്, then you are going to be actually hired and you are going to get the same opportunities that somebody with a lot more experience will get. അപ്പോൾ അതൊരു വളരെ വളരെ അങ്ങനെയും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ കുറച്ചുകൂടി സ്പെസിഫിക് ആക്കാം. ഞാൻ ചോദിച്ചത് ഒരു IT കമ്പനികളുടെ കൺസോർഷ്യത്തിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് എന്നുള്ള രീതിയിൽ ഈ കമ്പനീസ് അല്ലെങ്കിൽ CEOs ഓഫ് ദ കമ്പനീസ് ഓർ കമ്പനി ലീഡേഴ്സ് ഉണ്ടല്ലോ കമ്പനികളുടെ, അവർ എന്താണ് ഇൻവെസ്റ്റ് ഇൻ ദിസ് ട്രാൻസ്ഫോർമേഷൻ. Okay. Invest in your employees to be able to take up this transformation really well. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Skilling them up, ensuring that the right people are there with you to take the journey from this to the next level. അപ്പോൾ നിങ്ങൾ എങ്ങനെയായാലും ഒരു കൊല്ലം കഴിഞ്ഞ് നിങ്ങൾ ഇതേ പ്രോജക്റ്റ് ചെയ്യുന്ന വേറെ രീതിയിലായിരിക്കും. അത് സെയിം ആൾക്കാരെ വെച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ആൾക്കാർ ആ ലെവൽ ഓഫ് സ്കില്ലിലേക്ക് വരണം. പുതിയ സ്കിൽസാണ് പലതും, പുതിയ ടൂൾസാണ് പലതും. അപ്പോൾ അതെന്തായാലും നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതിനോടുള്ള എഫർട്ട് എടുത്ത് you have to bring all of your team together. So things will change and you need to kind of adapt to that change. And പഠിക്കുന്നതും ആ ഒരു സ്ട്രാറ്റജിക് ചേഞ്ച് ആൻഡ് ഹൗ യു ആർ ആക്ച്വലി ഗോയിങ് ഫോർ സർട്ടൻ പ്രോജക്ട്സ്, വിച്ച് പ്രോജക്ട്സ് വി ഷുഡ് ടേക്ക്, വിച്ച് വി ക്യാൻ നോട്ട്, ആ ചേഞ്ചസ് ഒക്കെ ആ സ്കിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ, ലൈക്ക് ഹൗ ടു decide which projects to work on, where are our strengths, where our weaknesses are, they are all going to change. So അതിനോട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നതിലാണ് കൂടുതലും സീനിയർ ലീഡർഷിപ്പ് ഫോക്കസ് ചെയ്യേണ്ടത്.
getting your team skilled for it and ensure that the going from one to the next level, right, അത് as smooth as possible for the employees and for the company. Because revenue will come differently for next years. Something that is a 5-month project will become a 1-month project next year. Yeah. So which means you got to find more projects, which means maybe your sales team needs to increase or your pipeline needs to be a better, CRM should be better. So അങ്ങനത്തെയൊക്കെ ചേഞ്ചസ് നമ്മൾ ഫോർസീ ചെയ്ത് അതിനുള്ള ചേഞ്ചസ് ഇപ്പോഴേ ചെയ്ത് തുടങ്ങിയാൽ മാത്രമേ the change doesn't come and hit you on your face or your competition doesn't take over all of it. ഇപ്പോൾ പറയപ്പെടുന്നത് ഇപ്പോൾ സുന്ദർപിച്ചൈ തന്നെ പറഞ്ഞിരുന്നു, അതായത് ഫയറോ വീലോ ഇതൊക്കെ കണ്ടെത്തിയതിനേക്കാളും വലിയൊരു ട്രാൻസ്ഫോർമേറ്റീവ് ചേഞ്ചാണ് ഇവിടേക്ക് വരാൻ പോകുന്നതെന്നും കഴിഞ്ഞ 100 വർഷമായിട്ടുണ്ടായ ക്യുമുലേറ്റീവ് ചേഞ്ചസ് ഉണ്ട്, അതിനേക്കാളും കൂടുതൽ ചേഞ്ചസ് നെക്സ്റ്റ് 5 ഇയേഴ്സിനകത്ത് നമ്മൾ കാണാനായിട്ട് പോവുകയാണ്. അപ്പോൾ പ്രോബ്ലം എന്ന് പറയുന്നത് ഇതിനകത്ത് എന്ത് തരം സ്കില്ലാണ് നമ്മൾ നർച്ചർ ചെയ്യേണ്ടത്? Okay. See, എല്ലാ ഏരിയയിലും data will become important. How to work with data will become important. How to work with, so multiple levels ഉണ്ട്. ഇപ്പോൾ ഒരു ഡെവലപ്പർ ആണെങ്കിലോ ഒരു ടെക്നോളജിസ്റ്റ് ആണെങ്കിലോ വർക്കിംഗ് വിത്ത് ഡേറ്റ, വർക്കിംഗ് വിത്ത് ന്യൂ ആൽഗറിതംസ്, വർക്കിംഗ് വിത്ത് അസിസ്റ്റൻസ് ഓഫ് സം ഓഫ് ദീസ് ടൂൾസ് will become important. As a consumer, you are going to, or if you are somebody who is using technology to solve problems, how you are using technology to solve problems will change a lot. Because you have capabilities beyond your skill with these AI systems added. So ഇത് നമ്മൾ ഒരു ഹ്യൂമൻ ഇതും എ ഐയും കൂടി ഒരുമിച്ച് കമ്പൈൻ ചെയ്തൊരു ഓഗ്മെൻറ്റഡ് ഇൻ്റലിജൻസ് ആയിരിക്കും യൂഷ്വലി സോൾവ് ചെയ്യുന്ന പ്രോബ്ലംസ്. അപ്പോൾ അതിനെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെ ചെയ്യാൻ പറ്റുന്ന രീതിയിലാവുക. ഈ ഒരു ചേഞ്ച് എന്തായാലും ഭയങ്കര നെസസറി ആയിരിക്കും നമുക്ക് ചെയ്യാൻ. കൺസ്യൂമേഴ്സിനാണെങ്കിലും ദെയർ എക്സ്പെക്റ്റേഷൻ വിൽ ചേഞ്ച്. അവർ കുറേയും കൂടി എന്താ പറയുക, നമ്മളിപ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ ആൾക്കാർ പഠിച്ചതുപോലെ ഓരോരുത്തർ ചെറിയ കീബോർഡ് ഉപയോഗിക്കാൻ പഠിച്ചു. അതൊരു വലിയ ചേഞ്ചാണ് മൊബൈലിൽ. ഒരു വലിയ കീബോർഡിൽ നിന്ന് ചെറിയ കീബോർഡ് വെച്ച് ഉപയോഗിക്കാൻ എല്ലാവരും ഭയങ്കര ഫാസ്റ്റായിട്ട് ചെയ്യാൻ ഇപ്പോൾ തന്നെ പഠിച്ചു. പലരും നോക്കാതെ തന്നെ ഫുൾ ടൈപ്പ് ചെയ്ത് തീർക്കുന്നവരുണ്ട് സെൻറ്റൻസസ് ഒക്കെ. അവിടെ സ്മാർട്ട് റിപ്ലൈ വന്നു, ഓട്ടോമാറ്റിക്കലി സമ്മറൈസ്. പീപ്പിൾ വിൽ എക്സ്പെക്ട് ഓൾ ദാറ്റ്. ഇപ്പം നിങ്ങൾ ന്യൂസ് വായിക്കുന്നു, ഒരു ഫുൾ പേപ്പർ അല്ലെങ്കിൽ നമ്മൾ ന്യൂസ് റീഡർ ആപ്ലിക്കേഷൻ ഉപയോഗിക്കണം, അതിലൊരു 50 ന്യൂസ് വരികയാണെങ്കിൽ ഐ എം വെരി ഷുവർ ഇൻ 1 ഇയർ ഇപ്പം നമ്മൾ സ്കിം ചെയ്ത് പോയി പെട്ടെന്ന് ഇഷ്ടമുള്ള ന്യൂസ് സെലക്ട് ചെയ്ത് പിന്നെ അത് മാത്രം ഫുള്ളായിട്ട് വായിക്കുന്നു. ഒരു നെക്സ്റ്റ് ഇയർ ആകുമ്പം ഇറ്റ് വിൽ ബി എവറി വൺ ഓഫ് ദീസ് ആർട്ടിക്കിൾസ് വിൽ ഹാവ് എ സമ്മറി based on what you have selected. Next day it also automatically understands what you like more, and then it might surface up that information more. It might rewrite the news with the same information in a way that is consumable for you faster. It might change the language. നിങ്ങൾക്ക് മലയാളത്തിൽ വായിക്കാനാണ് കുറച്ചുകൂടി, ഇംഗ്ലീഷിൻ്റെ ന്യൂസാണ്, പക്ഷേ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നിങ്ങൾക്കത് കുറച്ചുകൂടി മനസ്സിലാവുന്നുണ്ടെങ്കിൽ അത് മലയാളത്തിൽ വായിച്ചു തരും. ഞാനും ദീപും ചിലപ്പോൾ ഇപ്പം ഒരേ ലാംഗ്വേജ് അറിയാവുന്ന ഞങ്ങൾക്ക് സംസാരിക്കാം. പക്ഷേ ഇപ്പോൾ ദീപുവിന് ഫ്രഞ്ചും എനിക്ക് ജർമ്മനും മാത്രമേ അറിയാമെങ്കിൽ പോലും we can have a conversation like this because live translation will come. ഇതൊക്കെ ഒരു മിനിമം എക്സ്പെക്ടേഷനായി മാറും യൂസറിൻ്റെ ഭാഗത്ത് നിന്ന്. That will become a challenge for all of you to kind of rethink your solutions. നമ്മൾ പലപ്പോഴും ഇന്നൊരു ടു ഡു ലിസ്റ്റ് ആപ്ലിക്കേഷൻ എഴുതുകയാണെങ്കിൽ എന്താണ് സേവ് ചെയ്യാൻ പറ്റണം, നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് സേവ് ചെയ്യാൻ പറ്റണം, അത് എന്ന് ചെയ്യണം എന്ന് സേവ് ചെയ്യാൻ പറ്റണം, അങ്ങനെയൊക്കെയാണ് നമ്മൾ ആലോചിക്കുക, വളരെ ട്രാൻസാക്ഷണലായിട്ട്. പക്ഷേ നാളെയുള്ളത് ഞാൻ വെറുതെ സംസാരിക്കുകയായിരിക്കും ആപ്ലിക്കേഷനോട്. നാളെ ഒരു ഡോക്ടർ അപ്പോയിൻമെൻറ്റ് ഉണ്ട് 4 മണിക്ക്, ഒരു അലാം സെറ്റ് ചെയ്തേക്കണം, അതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കലി അത് നാളത്തേക്ക് ഡോക്ടർ അപ്പോയിൻമെൻ്റ് ആണ് ടൈപ്പ് ഓഫ് ദ തിങ്. 4 മണിക്കാണ് അപ്പോയിൻമെൻറ്റ്, അപ്പം 3:30 സെറ്റ് ചെയ്യണം. ട്രാഫിക് കണ്ടീഷൻ നോക്കിയിട്ട് 3:30 പോരാ, അത് 2:30 ആക്കണം. നാളെ കുറച്ചും കൂടി ട്രാഫിക് ഉള്ള ദിവസമാണ്. 2:30 മണിക്കാണ്. ഓട്ടോമാറ്റിക്കലി ഡോക്ടറിൻ്റെ ലൊക്കേഷൻ, ഏത് ഡോക്ടറാണെന്ന് ചോദിക്കുക. ഓട്ടോമാറ്റിക്കലി ഡോക്ടറിൻ്റെ പേര് പറഞ്ഞ് ഡോക്ടറിൻ്റെ ഏത് ക്ലിനിക്കിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞാൽ നേരെ മാപ്പിൽ പോയി നോക്കി ആ റൗട്ട് പ്ലാൻ ചെയ്ത് റെഡിയാക്കി 4 മണി 3:30 ആകുമ്പോൾ 2:30 ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി വരുന്നു, മാപ്പ് കാണിക്കുന്നു, എടുക്കേണ്ട ഡോക്യുമെൻറ്റ്സിനെ കുറിച്ച് ലിസ്റ്റ് തരുന്നു. ഇത്രയൊക്കെ ഓട്ടോമാറ്റിക്കലി ചെയ്യണമെന്നാണ് ആൾക്കാർ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നമ്മൾ വെറുതെ അവിടെ ഒരു അലാം അടിച്ച് ഡോക്ടർ അപ്പോയിൻമെൻറ്റ് കണ്ടു, അത് മാത്രം പോരാ എന്നുള്ള ഒരു സിറ്റുവേഷൻ യൂസേഴ്സിൻ്റെ ഭാഗത്ത് വരും. അപ്പം നമ്മുടെ സൊല്യൂഷൻസ് തിങ്ക് ചെയ്യുന്നത് വളരെ വളരെ ഇങ്ങനത്തെ ക്രിയേറ്റീവ് ആയിട്ടുള്ള രീതിയിലാകും. And that will be a big difference for us. അപ്പോൾ ഈ ഡിവൈസസ് തന്നെ ചേഞ്ച്, ഇപ്പോൾ ജാവസ് പോലെ ഉള്ള it will become very agentic എന്നാണ് പറയുന്നത്. agentic experiences ആവാൻ തുടങ്ങും, where everything will start working together. ഓക്കെ.
നമുക്കിനി കുറച്ചുകൂടി ടെക്നോളജിയിലേക്ക് കിടക്കാം. ബിക്കോസ് ഇവിടെ നമ്മുടെ ഗൂഗിളിൻ്റെ ഒരു ഇതെടുക്കുകയാണെങ്കിൽ ഗൂഗിളായിരുന്നു ആ ഒരു അപ്രമാദിത്വം ടെക്നോളജിക്കകത്ത് അത്രത്തോളം ഇതായിട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരുപാട് ഇതായിട്ട് ഇപ്പോൾ 68 വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് വന്നതെന്ന് പറയുന്നു. അതിനുശേഷം ഇന്ന് ഇനഫ് കമ്പ്യൂട്ടർ ആൻഡ് മെമ്മറി ആൻഡ് ഡേറ്റ ഇതെല്ലാം അവൈലബിലിറ്റിയാണ് ഇതിലേക്ക് വരുന്നതെന്ന് പറയുന്ന സമയത്തും ഫസ്റ്റിലേക്കാണ് ഇനി പോകുന്നത് എന്ന് പറഞ്ഞ് അവരുടെ ഡയറക്ഷൻ ആദ്യം തീരുമാനിച്ച ഒരു കമ്പനി എന്ന് പറയുന്നത് ഗൂഗിളായിരുന്നു. ആൻഡ് ദെൻ ഐ റിമെമ്പർ ദാറ്റ് സുന്ദർ പിച്ചൈ ആദ്യം മൊബൈൽ ഫസ്റ്റ് ആയിരിക്കും എനിത്തിങ് വി വിൽ ഡു വിൽ ബി മൊബൈൽ ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് ഇയർ എനിത്തിങ് വിൽ ബി എ ഫസ്റ്റ് എന്ന് പറഞ്ഞ് ഡിസൈഡ് ചെയ്തു. ട്രാൻസ്ഫോമേഴ്സ് ക്രിയേറ്റ് ചെയ്തു ആൻഡ് ട്രാൻസ്ഫോമേഴ്സ് ഓപ്പൺ സോഴ്സ് ചെയ്തു. ആൻഡ് ദാറ്റ് ആക്ച്വലി മെയ്ഡ് ഓൾ ദീസ് യൂസർ എക്സ്പീരിയൻസ് മൊമെൻറ്റ് ഫോർ AI. യൂസർ എക്സ്പീരിയൻസ് മൊമെൻറ്റ് ഫോർ AI എന്ന് പറയുന്നത് AI നമ്മുടെ സാധാരണ ആൾക്കാരുടെ കയ്യിലേക്ക് വന്നിട്ട് അവിടെ നിന്ന് അത്രത്തോളം ബിസിനസ് മോഡലിൽ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ടാക്കിയതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് ആ ട്രാൻസ്ഫോമേഴ്സ് ഓപ്പൺ സോഴ്സ് ആക്കിയിട്ട് അവൈലബിൾ ആക്കിയതായിരുന്നു എന്നുള്ളതാണ്. ബട്ട് ആസ് ഓഫ് നൗ എവിടെയാണ് നിൽക്കുന്നത്? സോ ട്രാൻസ്ഫോമേഴ്സ് ഇസ് ബേസിക്കലി ഒരു ആൽഗറിതം, വൺ ഓഫ് ദി ആൽഗറിതംസ്. സോ ജനറേറ്റീവ് AI എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ സബ് കാറ്റഗറി ഓഫ് AI-നെ ജനറേറ്റിംഗ് കണ്ടന്റ് ആൻഡ് ആൻസറിങ് ക്വസ്റ്റൻസ് അതിനൊക്കെ പറ്റിയ ഒരു ആൽഗറിതമാണ്. അതുപോലെ തന്നെ ദർ ആർ ഡിഫറെൻറ്റ് തിങ്സ് ഫോർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോബ്ലംസ്. ബട്ട് വെയർ ദ എക്സൈറ്റിംഗ് തിങ്സ് ആർ ഹാപ്പനിങ് റൈറ്റ് നൗ ഇസ് ഇൻ AGI. AGI is ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ്. അതായത് ഒരു സ്കിൽ ലേൺ ചെയ്തിട്ട് അതിന് ഓട്ടോമാറ്റിക്കലി ഒരു മനുഷ്യൻ എങ്ങനെയാണ് പഠിക്കുന്നത്, ഒരു കുട്ടി എങ്ങനെയാണ് പഠിക്കുന്നത് എന്നുള്ള രീതിയിൽ ഒരു കമ്പ്യൂട്ടറിന് പഠിക്കാൻ പറ്റുന്നതിനാണ് AGI എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ചെസ്സ് പഠിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ ചെക്കേഴ്സ് കാണിച്ചു കൊടുത്താൽ അതിന് ഏകദേശം ബേസിക് റൂൾസ് വരും. ഓക്കെ, ഇത് ബോർഡാണ്, ചെസ് പോൺസ് മൂവ് ചെയ്യാൻ പറ്റണം, അങ്ങനെയുള്ള ആ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് പഠിക്കാൻ പറ്റും. ലാറ്ററലി തിങ്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഒരു പുതിയൊരു ഗെയിം വന്നിട്ട് നിങ്ങൾ കളിക്കൂ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അറിയില്ലെങ്കിൽ നമ്മളെന്താ ചെയ്യുന്നതെങ്കിൽ ആ ഗെയിമിനെ കുറിച്ച് നെറ്റിൽ പോയി അന്വേഷിക്കും, അവിടുത്തെ ഗെയിം പ്ലേ കണ്ട് മനസ്സിലാക്കും, അതുപോലെ തന്നെ നമ്മൾ റെപ്ലിക്കേറ്റ് ചെയ്യാൻ നോക്കും. ഇതെല്ലാം AGIക്കും പറ്റും. സോ AGI is going to be more general in nature and it is going to be a lot more ഒരു തിങ്കിങ് സോർട്ട് ഓഫ് എ ലെവലായിരിക്കും. കുറേയും കൂടി ക്യാരക്ടറിസ്റ്റിക്സ്, നോട്ട് ജസ്റ്റ് കണ്ടന്റ് ജനറേറ്റിംഗ് ആയിരിക്കില്ല, കുറേയും കൂടി പ്രോബ്ലം സോൾവിങ്, റാഷണലൈസേഷൻ, റീസണിങ് അതിലൊക്കെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടായിരിക്കും. സോ ദാറ്റ് ഇസ് വെയർ ദ നെക്സ്റ്റ് എക്സൈറ്റിംഗ് തിങ് ഇസ് ഗോണ കം. ദാറ്റ്സ് മോസ്റ്റ് റിസർച്ച് ഇസ് ഹാപ്പനിങ് ദെയർ റൈറ്റ് നൗ. അല്ല, ഞാൻ പറഞ്ഞു തന്ന കാര്യം എന്ന് പറയുന്നത് ഒരു കാലത്ത് ഇപ്പോൾ മൈക്രോസോഫ്റ്റ് ആയിരുന്നു അവിടെ പിന്നെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പീരീഡിനകത്ത് അല്ലെങ്കിൽ OS-ൻ്റെ ഇതിനകത്തേക്ക് വരുന്ന സമയത്ത് ദെൻ നമ്മുടെ PC-യിൽ നിന്നും അപ്പോൾ ആപ്പിളും പിന്നെ മൈക്രോസോഫ്റ്റുമായിട്ടുള്ളൊരു കോമ്പറ്റീഷൻ അവിടെ നടക്കുന്നു. അതിന് മുമ്പ് IBM-ഉം അല്ലെങ്കിൽ സെറോക്സും എന്നുള്ള കാര്യത്തിൽ നിന്ന് അടുത്തയിലേക്ക് വന്നു. അതിനുശേഷം മൊബൈലിൻ്റെ ഒരു വേൾഡ് വന്ന സമയത്താണ് ശരിക്കും ഗൂഗിള് ആ ഒരു അപ്പർ ഹാൻഡ് നേടുന്നത്. ബിക്കോസ് ആൻഡ്രോയിഡ് ഈസ് വൺ ഓഫ് ദ ബിഗസ്റ്റ് തിങ് വർ മൈക്രോസോഫ്റ്റ് ഞങ്ങളുടേതായിട്ട് തന്നെ നിൽക്കും എന്ന് പറഞ്ഞ് തീരുമാനിക്കുകയും നോക്കിയെ അക്വയർ ചെയ്യുകയും എന്നിട്ട് പിന്നെ മൊബൈലിൻ്റെ അവിടെയും ആ ഒരു ഓപ്പൺ സോഴ്സ് എന്ന് പറയുന്നൊരു ഒരു സ്ട്രാറ്റജി ആക്ച്വലി മെയ്ഡ് ലോട്ട് ഓഫ് ഇൻഫ്ലുവൻസ് ആൻഡ് ദാറ്റ് ഈസ് വേർ അവിടെ ഗൂഗിൾ ഒരു അൺഫെയർ അഡ്വാൻറ്റേജ് ഉള്ള ഒരു സിറ്റുവേഷനിലേക്ക് വന്നതും അത്രയും ഡേറ്റ അവൈലബിൾ ആയിട്ടുള്ള ഒരു കമ്പനി. ബിക്കോസ് നമ്മളിപ്പോൾ ഒരു ചെസ് ബോർഡ് എടുക്കുകയാണെങ്കിൽ ചെസ്സിൻ്റെ നടുക്കത്തെ 4 കോളത്തിനകത്ത് ഏറ്റവും കൂടുതൽ ഇതുള്ള ഇൻഫ്ലുവൻസ് ഉള്ള ആൾക്കാർക്ക് ഒരു അപ്പർ ഹാൻഡ് ഉണ്ടെന്ന് പറയും. ആൻഡ് ഏത് സമയത്ത് എടുത്തു കഴിഞ്ഞാലും ഐ സ്റ്റിൽ ബിലീവ് ദാറ്റ് അതിനേക്കാളും വളരെ കൂടുതലായിട്ട് അൺഫെയർ അഡ്വാൻറ്റേജസ് ഉള്ളൊരു കമ്പനിയാണ് ഗൂഗിൾ. OpenAI അതിനകത്തേക്ക് വരികയും ChatGPT ബിൽഡ് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് മൈക്രോസോഫ്റ്റ് ആക്ച്വലി നമ്മളെ ഒരുമിച്ച് അടിക്കാൻ ആരുണ്ടെന്ന് പറഞ്ഞ് ഒരുമിച്ച് വരികയും ആൻഡ് ഇറ്റ് വെൻറ്റ് ആദ്യമായിട്ട് തന്നെ ആ പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് എത്തിക്കാനായിട്ട് കഴിഞ്ഞു എന്ന് പറയുകയും അത് ഒരു നമ്മൾ നോർമലി ഒരു യൂസർ എക്സ്പീരിയൻസ് മൊമെൻ്റ് എന്ന് പറയില്ലേ, അതായത് നമ്മളിപ്പോൾ ബ്രൗസർ ആയിരുന്നു ഇൻ്റർനെറ്റിൻ്റെ യൂസർ എക്സ്പീരിയൻസ് മൊമെൻ്റ് എന്ന് പറയും. ബിക്കോസ് ഇന്ന് കാണുന്ന ഈ കമ്പനികളെല്ലാം ബിൽഡ് ചെയ്ത് വന്നത് ഒരു ബ്രൗസർ വഴി വെബ് ആക്സസിബിൾ ആയി എന്ന് പറയുന്നൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായപ്പോഴാണ്. അല്ലെങ്കിൽ മൊസൈക്ക് അല്ലെങ്കിൽ നെറ്റ്സ്കേപ്പ് വന്നു എന്ന് പറയുന്ന പോലെ. അപ്പോൾ OpenAI ആക്ച്വലി ക്രിയേറ്റഡ് ദാറ്റ് യൂസർ എക്സ്പീരിയൻസ് മൊമെൻറ്റ് ഫോർ AI എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. ആൻഡ് ദെൻ ഇമ്മീഡിയറ്റ്ലി ബാർഡ് വന്നു. ആൻഡ് ദെൻ അവിടെ ഒരുപാട് എന്താണ് പിന്നെ ട്രോൾ ഉണ്ടാവുകയും അല്ലെങ്കിൽ അതിനകത്ത് എന്തോ വെപ്രാളം പിടിച്ച കാര്യം പുറത്തേക്ക് ഇറക്കി അല്ലെങ്കിൽ വളരെ വളരെ ഏർലി ആയിട്ട് തന്നെ മാർക്കറ്റിലേക്ക് എത്തിക്കേണ്ടി വന്നു. ആൻഡ് ദർ ഇസ് എ ഹ്യൂജ് വാർ ദാറ്റ് ഈസ് ഹാപ്പനിങ്. കാരണം അത്രയും ബില്യൺസ് ഓഫ് ഡോളേഴ്സ്, ട്രില്യൺസ് ഓഫ് ഡോളേഴ്സ് ഇതിൻ്റെ റിസർച്ചിലേക്ക് പമ്പ് ചെയ്യുന്നു. പക്ഷേ ഒരു പിന്നെ OpenAI എവിടെ നിൽക്കുന്നു, ഗൂഗിൾ എവിടെ നിൽക്കുന്നു,
ഇപ്പോൾ? എനിക്ക് ഒരു കാര്യമുള്ള അൺഫെയർ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എനിക്ക് ഉറപ്പില്ല അങ്ങനെ പറയാൻ പറ്റുമെന്ന്. ദർ ഇസ് എൻ അഡ്വാൻറ്റേജ് ഓഫ് having the data, but a lot of companies do have very similar, like Facebook has a lot of data, so they also know a lot about the user patterns, interests, things like that. Amazon has a lot of data, so it doesn't always mean having data has you get an unfair advantage over your team. There is an advantage that you sometimes get. അത് ഉണ്ട്, അതില്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഹൗ ഇപ്പം ഓപ്പൺ എയുടെയും ഗൂഗിളിൻ്റെയും കമ്പയർ ചെയ്യുകയാണെങ്കിൽ തന്നെ I think very similar times we built the same sort of technology. They came to the market first, no doubt about it. They had that wow moment for the users. Generative AI did it. We had certain systems which were similar, but how we were thinking of commercializing, അത് എങ്ങനെയാണ് പ്രോഡക്റ്റായിട്ട് കൊണ്ടുവരുന്നത് എന്നുള്ള കാര്യങ്ങളിൽ ഞങ്ങൾക്ക് വേറെ തന്നെ ഒരു അപ്രോച്ച് ആയിരുന്നു. ആൻഡ് വി വർ ടേക്കിംഗ് എ മച്ച് മോർ കോഷ്യസ് അപ്രോച്ച്. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇന്ന് നിങ്ങൾ ഓപ്പൺ എഐയിൽ പോയിട്ട് നിങ്ങളൊരു ഒരു മെഡിക്കൽ പ്രോബ്ലം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു ഡോക്ടർ പറയുന്ന പോലെ പറഞ്ഞു തരും തിരിച്ച്. ഇന്ന മെഡിസിൻ പോയി കഴിച്ചാൽ നിങ്ങൾ ശരിയാവുമെന്ന് പറയും. പക്ഷേ ഇഫ് യു ഗോ ടു ജെമിനി മോഡൽ ആൻഡ് ആസ്ക് ദ സെയിം തിങ്, ഇറ്റ് വിൽ സേ ദിസ് ഇസ് വാട്ട് യുവർ പ്രോബ്ലം ഇസ്, ബട്ട് യു ഷുഡ് കൺസൾട്ട് എ ഡോക്ടർ. ഐ വിൽ നോട്ട് ബി എ മെഡിക്കൽ പ്രാക്ടീഷണർ ഫോർ യു. ബിക്കോസ് ഇറ്റ് ഡസ് നോട്ട് വോണ്ട് അങ്ങനത്തെ കുറേ സേഫ്റ്റി കാര്യങ്ങൾ, കുറേ ആൻഡ് ഇൻ മെനി ഇൻസ്റ്റൻസസ് യു വോണ്ട് ദാറ്റ്. യു ഡോണ്ട് വോണ്ട് ഇറ്റ് ടു കൈൻഡ് ഓഫ് ടെൽ യു ടു ഡു റോങ് തിങ്സ്. ഇപ്പം ഒരു ആൾക്കാരെ ഉപദ്രവിക്കാൻ എങ്ങനെ പറ്റുമെന്നുള്ളതിനുള്ള സൊല്യൂഷൻസ് പറഞ്ഞു തരാൻ പാടില്ല ശരിക്കും. പറ്റുമോ? പറ്റും. It can tell you how to kill a person if you ask, but it shouldn't answer that question, right? അങ്ങനത്തെ സേഫ്റ്റി ബാരിയേഴ്സ്, we call it harm categories, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ ബിൽറ്റ് ഇൻ ചെയ്യുകയും അത് മാക്സിമം ടെസ്റ്റ് ചെയ്യുകയും ബയസ് മിനിമം ആക്കാൻ നോക്കുകയും ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ. We wanted to bring it out only after we were able to do certain of these things. OpenAI did a great job. ഞാൻ അതിലൊരിക്കലും എന്താ പറയുക ചെറുതായിട്ട് കാണുന്നില്ല. They did a great job of launching it and bringing that thing to market. We also then have a force to, or we also had to react to bringing something out of the market. But the approach both of these companies took in order to launch it was, OpenAI was like, we'll launch it, if there's a problem, we'll resolve it. We were like, we'll launch it after we see some of these problems resolved. Because bias is a real thing. നിങ്ങൾ ഡേറ്റ കൊടുക്കുന്ന അനുസരിച്ചാണ് ഈ സിസ്റ്റംസ് ഒക്കെ റിയാക്ട് ചെയ്യാൻ പോകുന്നത്. ഇഫ് യു ഹാവ് ബയസ്ഡ് ഡേറ്റ, ഇറ്റ് വിൽ ഗിവ് യു ബയസ്ഡ് ഔട്ട്പുട്ട്സ്. അതിൽ വളരെ വളരെ ക്ലാസിക് എക്സാമ്പിൾ ഇസ് മെഷീൻ ലേണിംഗ്. പണ്ട് തൊട്ടേ ഉള്ളതും നമ്മുടെ ഫോണിലെ ക്യാമറകളിലൊക്കെ ഉണ്ടായിരുന്ന സിസ്റ്റംസാണ്. പലയിടത്തും ബിക്കോസ് ദ ട്രെയിനിങ് ഡേറ്റ ഓർ ഫോർ എൻഹാൻസിങ് ഹ്യൂമൻ ഫീച്ചേഴ്സ്, തിങ്സ് ലൈക്ക് ദാറ്റ്, were trained on white people. When brown people like us or Africans are actually in the frame, it doesn't enhance us as well. It does not. Those algorithms don't work well. Those are biases, and those shouldn't be out there. So we were very particular. We'll fix these things before we come out of them. Again, that is why a larger company takes some of these different approaches, and that takes a little more time to get things out there. So അങ്ങനെയാണ് വ്യത്യാസം വന്നതെന്നാണ് എൻ്റെ വിശ്വാസം. സോ ഡു യു സ്റ്റിൽ തിങ്ക് ലൈക്ക് നമ്മൾ വളരെ ഏർലി ആണ് ഈ കാര്യങ്ങളെല്ലാം ആൾക്കാരുടെ കയ്യിലേക്ക് യൂസർ എക്സ്പീരിയൻസിലേക്ക് കൊടുത്തത് എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, I think we have to give to understand some of that interaction, but at the same time it has to be very cautiously given. You cannot give all the power to everybody because that will start hurting people. And we also have to, like, വളരെ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റണം. എക്സ്പ്ലെയിനബിലിറ്റി. ഇപ്പോൾ ഒരു ഔട്ട്പുട്ട് വന്നു, ഇത് എങ്ങനെയാണ് ഈ ഔട്ട്പുട്ട് വന്നതെന്ന് നമുക്ക് പറയാൻ പറ്റണ്ടേ, അല്ലെങ്കിൽ അത് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റണ്ടേ. ശരി, തെറ്റായ ഒരു ഔട്ട്പുട്ട് വന്നു, ഓക്കെ, ഇത് എന്തുകൊണ്ടാണ് തെറ്റിയത് എന്ന് നമുക്ക് ട്രേസ് ബാക്ക് ചെയ്യാൻ പറ്റണ്ടേ. ഒരു നോർമൽ പ്രോഗ്രാമിൽ പറ്റും, പക്ഷേ ഇൻ എ സിസ്റ്റം ഇറ്റ്സ് ഹാർഡ് ഇഫ് യു ഡോണ്ട് ബിൽഡ് ഇറ്റ് ഇൻ ടു ദ സിസ്റ്റം. ജനറലി ഒരു മോഡൽ എടുത്തിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ എങ്ങനെ അതുവരെ വന്നു എന്നുള്ള എക്സ്പ്ലനേഷൻ വരുന്ന കാര്യമില്ല. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പുതിയ സോഫ്റ്റ്വെയർ ചാലഞ്ചസ്, പുതിയ ടെക്നിക്കൽ പ്രോബ്ലംസ് are there which we need to work on. And very large systems need it to be deployed at scale, which has to be tested also at scale. It takes time. So we have to be careful about some of these things. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് നമുക്ക് വലിയ കണ്ടെയ്നർ ലോറികൾക്ക് പലപ്പോഴും എന്താണ് നമ്മൾ പറയാറുണ്ട്, ചെറിയ ടേൺസ് ഒന്നും എടുത്ത് പോകാൻ പറ്റില്ല. പക്ഷേ ചെറിയ ബൈക്കിൽ പോകുന്ന ആൾക്കാർക്ക് വളരെ പെട്ടെന്ന് ആക്സിഡേറ്റ് ചെയ്യാൻ പറ്റും. ഏത് വഴിയോ ഷോർട്ട് കട്ടുകൾ എടുത്ത് പോകാൻ പറ്റും. പക്ഷേ ഗൂഗിൾ പോലൊരു കമ്പനിക്ക് അത് ബുദ്ധിമുട്ടാണ് എന്നുള്ളൊരു. But as of now, Google more focused on ethical AI and responsible AI ഭാഗത്തേക്ക് കുറച്ച് ഇപ്പോൾ ലാസ്റ്റ് റിലീസിൽ തന്നെ കൂടുതൽ പ്രോമിനൻസ് അതിലേക്ക് കൊണ്ടുവന്നു. ബിക്കോസ് ഇവിടെ ഒരുപാട് പ്രോബ്ലംസ് ഇന്ന് ഇത് കാരണം ഉണ്ടാവുന്നുണ്ട്. നമ്മുടെ എന്താണ്
ഇത് ഒറിജിനൽ ആണോ ഇത് ജനറേറ്റഡ് ആണോ generated ആണോ? തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലേക്ക് Hallucinations. മിസ്ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ Hallucination. സോ വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് യു ആർ വർക്കിംഗ് റൈറ്റ് നൗ? So I can't say all of it. I don't work on all of it either. Also, so there's a lot of work that's happening in terms of this bias management and ethical aspect, like medical ആണെങ്കിലും അങ്ങനത്തെ പല കാര്യങ്ങളിലും harm categories അതിലൊക്കെ ഒരുപാട് work is going in to avoid a situation where these models give information which can be used to harm somebody. That is a very big thing for us right now, and we want to ensure that our models don't do that. There are ways in which you can there are ways in which people are trying to crack it and we are trying to control it. So it's a cat and mouse game like hackers, and the earlier നമ്മളൊരു ഹാക്കർ ബ്രേക്ക് ചെയ്യുന്ന ഒരു സാധനം അപ്പം നമ്മളത് ഫിക്സ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെയും ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആർ ബീങ് ഡൺ ഇൻ ഓർഡർ ടു മേക്ക് ദീസ് മോഡൽസ് ആൻഡ് ഓൾസോ explainability part of it is also something we are working very hard on. So those are areas we are focusing very heavily. അപ്പോൾ ഇത് രണ്ടും ഇവിടെ നിൽക്കുന്ന അതേ സമയത്ത് തന്നെ നമ്മുടെ ഓപ്പൺ സോഴ്സ് ഇതിലേക്ക് വരുന്ന സമയത്ത് മെറ്റ ലാമ ആയിട്ട് വരുന്നു. ആൻഡ് ആസ് ഓഫ് നോ NVIDIA ആൻഡ് ലാമ കമ്മിങ് ടുഗെദർ ആൻഡ് വർക്കിംഗ് ഓൺ ന്യൂ സ്റ്റഫ്സ് ആൻഡ് അതൊരു ഭയങ്കര ഒരു പ്രോഗ്രസ് അവിടേക്ക് ഉണ്ടാവും എന്ന് പറയുന്നൊരു പെർസെപ്ഷനാണ്. Yeah, I mean, see, all of these things are like we can only like retrospectively വേണമെങ്കിൽ പറയാൻ പറ്റും ഇത് ശരിയായിരുന്നു പറഞ്ഞായിരുന്നു. പക്ഷേ ഇപ്പം ഇറ്റ്സ് ജസ്റ്റ് ടു ഏർലി. ഓൾ ഓഫ് ദീസ് ആർ എക്സ്പെരിമെന്റ്സ് ദാറ്റ് വി ആർ ആക്ച്വലി റണ്ണിങ്. ഓൾ ദീസ് തിങ്സ് ആർ ലൈക്ക് ട്രൈഡ് ഔട്ട്. There is a lot of potential there, no doubt about it. There's a lot of potential for certain use cases, certain solutions to come out better in those sort of models. We also have open source, which is Gemma, which is our open source models which are available for people to work on if they have to. So it also works on a certain class of problems better. അപ്പോൾ അങ്ങനത്തെ പ്രോബ്ലംസ് ഉള്ള ആൾക്കാർക്ക് അത് ബെറ്റർ ആണ്. അല്ല ജനറൽ പർപ്പസിലായിട്ട് എല്ലാം ഇറ്റ്സ് നോട്ട് എ സിൽവർ ബുള്ളറ്റ് വെയർ എവറിത്തിങ് ക്യാൻ ബി യൂസ് ഫോർ എവറിത്തിങ് എൽസ്. അപ്പം അങ്ങനെ ആലോചിക്കുന്നതാണ് കുറച്ചും കൂടി അല്ല. പക്ഷേ ഈ ഒരു ഹാർഡ്വെയർ അല്ലെങ്കിൽ ചിപ്പിൻ്റെ ഒരു സ്ഥലത്ത് അധികാരികളായിട്ടുള്ള NVIDIA ആൻഡ് മെറ്റ കമ്മിങ് ടുഗെദർ എന്ന് പറയുന്നൊരു സ്ഥലത്ത് സോ അപ്പോൾ അവർ ഒരു അല്ലെങ്കിൽ അവർ ഒരുമിച്ച് എന്ന് പറയുന്ന സമയത്ത് ഹൗ ഡു ഗൂഗിൾ സീ ദാറ്റ്? കാര്യം പിന്നെ ഹാർഡ്വെയർ വളരെ GPUs and all those things are very important, right? Yeah, it is. But we also have our tensors. We have our own chipset called tensors, which does some of our algorithms better. So there's also counteracting for all of these things. അവർക്ക് unfair advantage ഉണ്ടാവും തോന്നില്ല. There is a good thing that those chips are available and there is a option like that for the world out there to use. But ഞാൻ പറഞ്ഞൊരു പോയിന്റ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്താണ്, ഇന്ന് ആരും ഒറ്റയ്ക്ക് തന്നെ കാര്യം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നില്ല. എവരിവൺ ഈസ് ലുക്കിംഗ് ഫോർ കൊളാബറേഷൻ. ഇപ്പോൾ മെറ്റയും ഇവരെ അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റും ഓപ്പണയും എവരിവൺ ഈസ് ട്രൈങ് ടു കൊളാബറേറ്റ് ആൻഡ് വർക്ക് ടുഗെദർ വളരെ വളരെ ഓപ്പൺ ആയിട്ട് തന്നെ. ഇപ്പോൾ ഇന്ത്യയിലേക്ക് NVIDIA വരുന്ന സമയത്ത് റിലയൻസും പണ്ടെന്ന് വെച്ചാൽ അങ്ങനത്തെ ഓരോരുത്തരും അവരുടെ കമ്പനി അവരുടെ ബിസിനസ് ഇങ്ങനെ വരുന്ന സ്ഥലത്തുനിന്ന് ഏറ്റവും ടോപ്പ് ലെവലിലുള്ള ആൾക്കാർ എന്ത് ചെയ്യണം, അവർ കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു വേൾഡിലേക്ക് പോവുകയാണ്. And I'm not sure whether I am not seeing that evidently Google അങ്ങനത്തെ സ്റ്റെപ്പുകളൊന്നും എടുക്കുന്നതായിട്ട് കാണുന്നില്ല. പിന്നെ I cannot comment on some of those things at this point. We have our own ways of doing it, but അത് ഞാൻ കമന്റ് ചെയ്യുന്നത് ശരിയല്ല. ഓക്കെ, ശരി. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ഒരു ഇതിലേക്ക് വരുന്ന സമയത്ത് എന്തൊക്കെ ടെക്നോളജീസ് ആണ് ഇന്ന് ഇപ്പോൾ ഒരു ടെക്നോളജി കൺവേർജൻസിൻ്റെ ഒരു പീരീഡാന്ന് പറയുന്നത്? അതായത് ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് AI, ലോട്ട് ഓഫ് അതർ തിങ്സ് ദാറ്റ് ഈസ് ഹാപ്പനിങ്. ഇപ്പോൾ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് തന്നെ ഇപ്പോൾ നമ്മൾ വരുന്ന സമയത്ത് വില്ലോയുടെ ഒരു ലോഞ്ച് ഉണ്ടായിരുന്നു. ആൻഡ് യു ഹാവ് സീൻ ജെൻസൺ കഴിഞ്ഞ ദിവസം ഒരു വളരെ മനോഹരമായിട്ടൊരു താലത്തിൽ പിന്നെ ഇനി റോബോട്ടുകൾ എല്ലാ സ്ഥലത്തും ഓടി നടക്കുമെന്ന് പറഞ്ഞിട്ട് എല്ലാ വീടുകളിലും എല്ലാവരുടെയും കയ്യിൽ അടുത്ത ഇതിനകത്തേക്ക് വരുന്ന സമയത്ത് ഹ്യൂമനോയിഡുകൾ അത്രത്തോളം പോപ്പുലറായിട്ട് വരും എന്ന് പറഞ്ഞു വരുന്നുണ്ട്. സോ വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് യു സീ ദാറ്റ് imminent in the next 2 years? So next 2 years you'll see a lot of new things because our building blocks are all ready. People are actually giving you the building blocks, and then how human creativity will actually put them together, that's going to be like an explosion. There will not be a lot of limitation that we had earlier which will get resolved. So in the sambhavikum enna parayumbol humanoid, one of the things is this intelligence AGI and a humanoid combining together to act as an independent thing.
that is something of a possibility, very very easy possibility that somebody could do that. പക്ഷേ ആ possibilities are there right now. I wouldn't predict that this will exactly happen, but all those building blocks are there for people to combine it in different ways, and അത് combine ചെയ്ത് commercialize ചെയ്ത് വരുന്നത് എങ്ങനെയാണെന്നുള്ളത് will only time will tell. അപ്പോൾ ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഒരു വേൾഡ് എന്ന് പറയുന്നത് ഒരു ഇൻഫിനിറ്റ് ലെവറേജ് ഉള്ളൊരു വേൾഡാന്ന് പറയുന്നത്. അതായത് നമുക്ക് ഒരു നത്തിങ്, നോ ഐഡിയ ഓർ നോ പ്രോഡക്റ്റ് ക്യാൻ ബി കൺഫൈൻഡ് ടു എ ജോഗ്രഫിക്കൽ ഏരിയ. ഇപ്പോൾ ഇതിനകത്തേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ഇപ്പോൾ മലയാള സിനിമ തന്നെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്ലോബലി എന്താണ് അത്രത്തോളം ഇപ്പോൾ മിന്നൽ മുരളിയൊക്കെ ഐ ഹാഡ് സീൻ ദാറ്റ് ഇറ്റ് ഹാസ് വെൻറ്റ് ഇൻ ടു നെറ്റ്ഫ്ലിക്സിനകത്ത് ഗ്ലോബലിനകത്ത് ടോപ്പ് 3 വരെ ചാനൽ വരെ ഇടം പിടിച്ചു. പണ്ടൊക്കെ നമുക്കതൊന്നും സ്വപ്നം കാണാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു എങ്കിൽ ആ ഒരു ഇൻഫിനിറ്റ് ലെവറേജ് ഉള്ളൊരു വേൾഡാണ് നമ്മളിന്ന് നിൽക്കുന്നത്. അപ്പോൾ വേൾഡ് ഈസ് ഗെറ്റിംഗ് സ്മോളർ. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഒരു നെക്സ്റ്റ് ജനറേഷനോട് പറയാനുള്ള കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് കിടക്കാം. ഓക്കെ, കാരണം ഇവര് പ്രശ്നം ഞാൻ നോർമലി കാണുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ദേ ആർ ഗോയിങ് ടു ലിവ് ഇൻ എ വേൾഡ് വിച്ച് ഡസൻറ്റ് എക്സിസ്റ്റ് ടുഡേ. Yeah, it's going to be very different. Very different from that. But most of the time they are getting prepared because of the societal things for the world which their parents have seen or the teachers have seen. അപ്പോൾ ആ ഒരു രോഗത്തിൽ വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന രീതിയിലേക്ക് ഇവരെ ഇങ്ങനെ ഒരു ഭയങ്കരമായിട്ടൊരു പുള്ളുണ്ട്. അത് കുറച്ചുകൂടി വൈഡായിട്ട് തിങ്ക് ചെയ്യണമെന്നാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. ഡോണ്ട് ലിമിറ്റ് യുവർ സെൽഫ് ടു ദ പീപ്പിൾ അറൗണ്ട് യു ഓർ ദ ജോഗ്രഫി. സീ വാട്ട്സ് ഹാപ്പനിങ് ഓൺ എ വൈഡർ സ്കെയിൽ, സീ ദ ട്രെൻഡ്സ്. ഇവിടെ പലരും ഒരു 18 വയസ്സാകും എങ്ങനെയാണ് അടുത്ത് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചിന്തിച്ച് ഇല്ലാത്ത ആൾക്കാരുണ്ട് ഒരുപാട് പേര്. അപ്പം പേരൻസ് പറയുന്ന അല്ലെങ്കിൽ ടീച്ചർ പറയുന്ന അനുസരിച്ച് ഏതെങ്കിലും ഒരു കോഴ്സിന് പോയി ജോയിൻ ചെയ്യേണ്ടി വരും. പക്ഷെ അത് ചിന്തിക്കണം എന്നുള്ളതാണ്, ചിന്തിക്കാനുള്ള കഴിവ് ഉണ്ടാക്കണം എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ആ സമയത്ത് നമുക്കില്ല എനിക്കിതാണ് ഇഷ്ടം, എനിക്കിതല്ല വേണ്ടത്, എനിക്ക് ഈ രീതിയിൽ ഐ വാണ്ട് ടു സ്റ്റഡി ഫർദർ ലൈക്ക് ദിസ് എന്ന് പറയാൻ പറ്റുന്ന ക്ലാരിറ്റി ഓഫ് മൈൻഡ് അത് ഡെവലപ്പ് ചെയ്യാൻ ആൾക്കാർ ശ്രമിക്കണം. അല്ലാണ്ട് ജസ്റ്റ് അക്കാഡമിക് എക്സലൻസ് മാത്രം നോക്കിയിരിക്കാൻ ശ്രമിക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു തോട്ട് ഞാൻ പറയുന്നത്. ആൻഡ് ഇറ്റ്സ് ഓൾസോ സൊസൈറ്റിയൽ. നമ്മൾ ഇവിടെയാണെങ്കിൽ നമ്മൾ വളരെ സൗത്ത് ഇന്ത്യ ആണെങ്കിൽ ഹ്യൂമിലിറ്റി ഭയങ്കര, നമുക്ക് ഞാൻ എപ്പോഴും പറയുന്നത് നമ്മളൊരു ഹമ്പിളായി നിൽക്കാൻ എല്ലാവരും നോക്കുന്നൊരു സ്ഥലമാണ്. ഒന്നും വലിയതായിട്ട് പറയും. പക്ഷെ അത് ഗ്ലോബൽ സ്കെയിൽ അതെങ്ങനെയാണ്, അങ്ങനെയല്ല ആൾക്കാർ. അപ്പോൾ ആ ഒരു ഇതിൽ ഇസ് എൻ അഡ്വാൻറ്റേജ് ഓർ ഡിസഡ്വാൻറ്റേജ് എന്നുള്ളത് മനസ്സിലാക്കണം. ഒരിടത്ത് പെരുമാറുന്ന പോലെയല്ല എല്ലായിടത്തും പെരുമാറേണ്ടത്. ഇപ്പോൾ ഗ്ലോബൽ മീറ്റിംഗ് ഇഫ് യു ഗോ ആൻഡ് സേ ദാറ്റ് I am only good at things, which is a very common answer for people here. If you are like first ranker also in a college, how well do you study? Yeah, I'm okay. But when you say you're okay, you're just okay. അത്രയേ ഉള്ളൂ. ആവറേജ് എന്നുള്ള രീതിയിലാണ് ബാക്കിയുള്ള ലോകത്തുള്ള ആൾക്കാരാണ്. ഇവിടെ ചിലപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ നന്നായിട്ട് പഠിക്കുന്നുണ്ടാവുമായിരിക്കും എന്ന് നമുക്ക് തോന്നും. പക്ഷെ പുറത്തുള്ള ആൾക്കാർ അങ്ങനെയല്ല ചിന്തിക്കുന്നത്. അപ്പോൾ ആ എക്സ്പോഷേഴ്സൊക്കെ നേരത്തെ കിട്ടണം. ഈ പുറത്ത് പോകുമ്പോൾ ആൾക്കാർ പെട്ടെന്ന് ഭയങ്കര ക്ലാരിറ്റി വരുന്നത് അവിടുത്തെ എൻവയറമെൻറ്റിൻ്റെ ഒരു അഡ്വാൻറ്റേജ് കൊണ്ടല്ല, നിങ്ങൾ സ്വന്തമായിട്ട് ഡെസിഷൻസ് എടുക്കാൻ അവിടെ പോകുമ്പോൾ ഫോഴ്സ്ഡ് ആവുകയാണ്. തെറ്റുകൾ സംഭവിക്കും, ശരികൾ സംഭവിക്കും. ആൻഡ് യു ആക്ച്വലി സ്റ്റാർട്ട് ഗെറ്റിംഗ് ദ ക്ലാരിറ്റി ഓഫ് ഹൗ യു വർക്ക് ആൻഡ് ഹൗ യു നാവിഗേറ്റ് ലൈഫ് ഇൻ ജനറൽ, റൈറ്റ്? അപ്പോൾ അത് പഠിത്തത്തിൽ എഫക്റ്റ് ചെയ്യും. ഇപ്പോൾ പുറത്ത് പോയി പഠിക്കുന്നവരൊക്കെ പെട്ടെന്ന് ഭയങ്കര ഇമ്പ്രൂവ് ചെയ്യുന്ന, ദ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇസ് ഡിഫറെൻറ്റ് ദർ, മേക്സ് യു തിങ്ക് ഡിഫറെൻ്റ്ലി എ ലിറ്റിൽ, ബട്ട് നോട്ട് ബിക്കോസ് ആർ എഡ്യൂക്കേഷൻ ഇസ് റിയലി ബാഡ്. ഇവിടെ ഒരു MTech എടുക്കുന്ന ആളും പുറത്ത് പോയി ഒരു MS എടുക്കുന്ന ആളും തമ്മിൽ ഭയങ്കര വ്യത്യാസം വരുന്നത് അവിടെയുള്ള ആൾ കുറേയും കൂടി ഡെസിഷൻസ് ഒറ്റയ്ക്ക് എടുക്കാൻ തുടങ്ങുകയും ലൈഫ് വേറെ രീതിയിൽ കാണാൻ തുടങ്ങുന്നതുകൊണ്ട്. എക്സാക്ട്ലി, അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എനിക്ക് നെക്സ്റ്റ്, അതായത് പാരൻസിനോടും ടീച്ചേഴ്സിനോടും എല്ലാവരോടും ബ്രിങ് ഫോർത്ത് ചെയ്യാനുള്ളത്. നമ്മുടെ കുട്ടികളെ ഡിസിഷൻസ് എടുക്കാൻ അനുവദിക്കുന്നില്ല എന്നുള്ളൊരു കൾച്ചറൽ പ്രോബ്ലം ഉണ്ട്. ഡിസിഷൻസ് മറ്റുള്ള ആൾക്കാർ എടുക്കുകയും അതിലേക്ക് ജീവിക്കേണ്ടി വരുന്ന രീതി, അതൊരു 18 വയസ്സായാലും 20 വയസ്സായാലും എത്രത്തോളം ആണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇപ്പോഴത്തെ ആൾക്കാർ കുറേ കൂടി ബോൾഡാണ്. ബട്ട് ഞങ്ങളുടെ ജനറേഷനിലൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ പാരൻസിനോട് എന്താ പറയാൻ? I think people നേരത്തെ early enough please ask and try to understand people's skills. എല്ലാവരും ഒരേ രീതിയിൽ സ്കിൽഡ് ആവണമെന്നില്ല. ചിലർ പഠിക്കാൻ ഭയങ്കര നല്ലതായിരിക്കും, ചിലർ സ്പോർട്സ് നല്ലതായിരിക്കും. എല്ലാവർക്കും ഓരോരോ സ്കിൽസ് ഉണ്ടല്ലോ. ഹൗ യു നാവിഗേറ്റ് ലൈഫ് ഇസ് വെരി ഡിഫറെൻറ്റ് ഫോർ ഈച്ച് പേഴ്സൺ. അത് മനസ്സിലാക്കാനൊന്ന്, പിന്നെ ഉള്ള നല്ല കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ഒരേപോലെ പഠിച്ച് ഫസ്റ്റ് റാങ്ക് എടുക്കണം എന്ന് വിചാരിച്ചിട്ട് നടക്കില്ല. നമ്മുടെ ഇവിടെ എല്ലാവർക്കും അതാണ്, പഠിച്ചാൽ അക്കാഡമിക് പെർഫോമൻസ് ഉണ്ടെങ്കിൽ ലൈഫിൽ സക്സീഡ് ചെയ്യും എന്നൊരു തെറ്റായ ധാരണയുണ്ട്. അത് ഉള്ളത് നല്ലതാണ്. ഇറ്റ് ഓപ്പൺസ് അപ്പ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ലൈഫ്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ദാറ്റ്സ് നോട്ട് ദി ഓൺലി തിങ് ദാറ്റ് ഓപ്പൺസ് അപ്പ് ഓപ്പർച്യൂണിറ്റീസ്. ദാറ്റ് പ്ലസ് അതർ ലൈഫ് സ്കിൽസ് ഇല്ലാതിരിക്കുന്ന ആൾക്കാർക്ക് പാടാണ്. ഇപ്പോൾ ഒരാൾ സ്വന്തമായിട്ട് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പേരൻസ് പറയുന്ന അനുസരിച്ച് മാത്രമാണ് ചെയ്യുക. പേരൻസ് ഇല്ലാത്തൊരു കാലഘട്ടം വരുമ്പോൾ അയാൾ എങ്ങനെ ജീവിക്കും എന്നുള്ളവർ ആലോചിക്കുന്നില്ല.
അപ്പോൾ അപ്പോൾ പിന്നെ ഫ്രണ്ട്സ് പറയുന്ന പോലെ ചെയ്യാൻ തുടങ്ങും. അവർ ഇവരെ ബെസ്റ്റ് ഇൻട്രസ്റ്റിന് വേണ്ടി പറയുന്നതാണോ എന്നുള്ളത് ഉറപ്പില്ല. ചിലപ്പോൾ നല്ലതിനായിരിക്കും, ചിലപ്പോൾ അവരുടെ ആവശ്യത്തിനായിരിക്കും അവരുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും പറയുന്നത്. ഹൗ ഡു യു ആക്ച്വലി ജഡ്ജ് ഓൾ ദിസ്? സോ ആ ഒരു സ്കിൽ സെറ്റ് കൊണ്ടുവരണം കുട്ടികളിൽ. അലൗവിങ് ദം ടു കൈൻഡ് ഓഫ് തിങ്ക് ഓൺ ദെയർ ഓൺ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അല്ല, തിങ്ക് ഓൺ ദെയർ ഓൺ മാത്രമല്ല, നമ്മളുടെ ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇവർ ഏൺ ചെയ്ത് തുടങ്ങുക. ഇപ്പം പിന്നെ എന്താണ്, പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പാർട്ട് ടൈം ആയിട്ട് ഏൺ ചെയ്തിട്ട് പഠിക്കുകയാണ് അവിടെയൊക്കെ മറ്റു രാജ്യങ്ങളിൽ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഭയങ്കര ഒരു കംഫർട്ട് സോണിനകത്ത് നിർത്തിയിട്ട് തന്നെയാണ് പാരൻസ്. പക്ഷേ അവിടെ ഏൺ ചെയ്യുന്നത് കംഫർട്ടിന് മാത്രമല്ല, ഇറ്റ് ഓൾസോ ബ്രിങ്സ് ഇൻ അതർ സ്കിൽസ് ലൈക്ക് പങ്ക്ച്വാലിറ്റി. Like if you go to McDonald's and work in McDonald's in any place and you come 10 minutes late, you are not going to get half of the day's salary. And it hurts you. When you make that money and you don't get that, and you work and you don't get paid for that, you feel bad, and so you actually make sure you come on time. That starts reflecting when you start working in a job also. നാളെ മൈക്രോസോഫ്റ്റിൽ പോയി മെക്ഡോണൾഡ്സിൽ വർക്ക് ചെയ്ത് മൈക്രോസോഫ്റ്റിൽ ജോയിൻ ചെയ്താൽ നമ്മൾ കൃത്യസമയത്ത് മീറ്റിങ്ങിനെത്തും. രാവിലെ ക്ലോക്ക് ചെയ്യുന്ന ടൈം ഒരു പർട്ടിക്കുലർ സമയം ഉണ്ടെങ്കിൽ ആ സമയത്ത് നമ്മൾ ക്ലോക്ക് ചെയ്തിട്ടുണ്ടാവും. ആ ഒരു പങ്ക്ച്വാലിറ്റി, അങ്ങനത്തെ കാര്യങ്ങളല്ലേ. പിന്നെ വേറെ ആൾ പറയുന്നത് ലൈക്ക് സംടൈംസ് യുവർ ബോസ് ടെൽസ് യു ടു ഡു സർട്ടൻ തിങ്സ് വിച്ച് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ബട്ട് ദാറ്റ്സ് എ റൈറ്റ് തിങ് ടു ഡു വിത്തൗട്ട് എനിക്ക് മനസ്സിലാവും അതുകൊണ്ട് ഞാൻ ചെയ്യില്ല, അങ്ങനെ ആറ്റിറ്റ്യൂഡ് അതൊക്കെ കുറേ മാറും ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ. സോ ദോസ് ജോബ്സ് പ്രിപ്പയർ യു എ ലിറ്റിൽ മോർ ഫോർ ബിഗർ തിങ്സ് കം ഡൗൺ ടു ദ ലൈൻ. So it is not just making money. Not just about having a financial independence. അല്ലെങ്കിൽ കുറച്ചുകൂടി ഡിസിഷൻ മേക്കിംഗ് സാധിക്കുന്നത് അതുകൊണ്ടാണ്. അത് പിന്നെ കാശിന് വിലയുണ്ടാവും. നമ്മൾ ഏൺ ചെയ്യുമ്പോൾ കുറച്ചുകൂടി കാശ് വിലയുണ്ടാവില്ല, അതുണ്ടാവും. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ്റെ ഒരു ചിന്തയുണ്ട്, അതായത് നമ്മൾ ഇവിടെ ഈ നാട്ടിൽ നിന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ഞങ്ങൾ ഒന്നീ ബാംഗ്ലൂർ പോകണം, അല്ലെങ്കിൽ പുറത്തേക്ക് പോകണം, അല്ലെങ്കിൽ എല്ലാവരും നേരത്തെ ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം എന്ന് പറയുന്ന ഒരു കൾട്ടിലൂടെ പോയിക്കൊണ്ടിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഇന്ന് വിദേശത്തോട്ട് പോയില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് നാട്ടിൽ നിന്ന് പുറത്തേക്ക് പോയില്ലെങ്കിൽ എന്തോ ഒരു കുറവ് പോലെയാണ് ആൾക്കാർ ഫീൽ ചെയ്യുന്നത്. അതൊരു എന്താ പറയുക, ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഇസ് റൈറ്റ് ആറ്റിറ്റ്യൂഡ്. പുറത്ത് പോയില്ലെങ്കിൽ നമ്മൾ പോരാ എന്ന് തോന്നുന്നത് ഒരു ഈഗോ സോർട്ട് ഓഫ് എ തിങ് ആണ്. ഐ മീൻ ലൈക്ക് ഐ തിങ്ക് ഇറ്റ്സ് എ മിത്ത്. ഇവിടെ നിന്ന് നന്നായിട്ട് പഠിച്ച് ഇവിടെ തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ദ പ്രോബ്ലംസ് ആർ ദെയർ. ലൈക്ക് ഇഫ് യു ലുക്ക് അറ്റ് ഓൾ ദ യൂണിക്കോൺ കമ്പനീസ് ഹിയർ, they operate here, right? They don't operate in some other region. If they 100 crores മുകളിൽ എത്ര കമ്പനീസ് ഇന്ത്യൻസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ട് സക്സസ്ഫുൾ ആവുന്നുണ്ട്, എത്ര ആൾക്കാർക്ക് അവിടെ ജോലി വരുന്നുണ്ട്. സോ ഈവൺ ഇഫ് യു ആർ ഡൂയിങ് എ സ്മോളർ തിങ്, ഇഫ് യു ആർ ഡൂയിങ് സംതിങ് ഹിയർ, യു ക്യാൻ സോൾവ് സംതിങ് ഹിയർ, യു ക്യാൻ കോൺട്രിബ്യൂട്ട് ടു സംതിങ്. എല്ലാവരും ഒരു സ്റ്റാർട്ടപ്പ് ഓൺടർപ്രണറിയൽ നേച്ചർ ആവണമെന്നില്ല. സം പീപ്പിൾ ആർ ഗുഡ് അറ്റ് വർക്കിംഗ് ഇൻ കോർപ്പറേറ്റ്സ്. I know with my life, and I worked in corporates all my life. ഞാൻ ഓൺടർപ്രണറിയൽ സ്ട്രെൻത്ത് എടുത്തിട്ടില്ല. ആൻഡ് ഐ നോ ഐ ക്യാൻ നാവിഗേറ്റ് ദാറ്റ്. അപ്പോൾ ആ ഒരു അങ്ങനെയുള്ള ആൾക്കാരുമുണ്ട്, അവർക്കും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇവിടെയുണ്ട്. ആൻഡ് ഇന്ത്യ ഇസ് ഗോണ ബി ഹബ് ലൈക്ക് ദിസ് റെവല്യൂഷൻ, ലൈക്ക് എ റെവല്യൂഷൻ, ഓൾ ദാറ്റ് വി ആർ ഗോണ ഗെറ്റ് എ ലോട്ട് മോർ തിങ്സ് ഹിയർ ദാൻ എനി അതർ പ്ലേസ്. പുറത്ത് പോയില്ലെങ്കിൽ അത്ര വലിയ വ്യത്യാസമൊന്നും വരാമല്ല. എക്സ്പോഷർ, യാ, ദെയർസ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് എൻ എക്സ്പോഷർ, ബട്ട് യു ക്യാൻ ബി വെരി സക്സസ്ഫുൾ ബീയിങ് ഹിയർ. പുറത്ത് പോകാതെ പുറത്ത് പോയി ഡിഗ്രി എടുത്തില്ലെങ്കിൽ ആൾക്കാരോട് പറയാൻ വേണ്ടി ചെയ്യേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ ആ ഒരു ഓപ്പർച്യൂണിറ്റി, ഓക്കെ ഞാൻ ഉദ്ദേശിക്കുന്ന ഫീൽഡ് ഇന്ത്യയിൽ ഒരു കോഴ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ പുറത്ത് പോയി പഠിക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ IISc നോക്കുകയാണെങ്കിൽ കട്ടിങ് എഡ്ജ് റിസർച്ച് IISc ബാംഗ്ലൂരിലുണ്ട്. ലൈക്ക് റിയലി കട്ടിങ് എഡ്ജ് റിസർച്ച് വെയർ പീപ്പിൾ ഫ്രം അതർ പ്ലേസസ് ആർ കൊളാബറേറ്റിംഗ് വിത്ത് ദം, അതർ കൺട്രീസ് ആർ കൊളാബറേറ്റിംഗ് വിത്ത് ദം. അത്ര നല്ല റിസർച്ച് ടീംസ് ഉണ്ട് അവിടെ. സോ ഇഫ് യു വാണ്ട്, യു ഹാവ് ദി ഓപ്പർച്യൂണിറ്റി ഹിയർ. പുറത്ത് പോകണം നിർബന്ധമില്ല, പുറത്ത് പോകുന്നതുകൊണ്ട് മോശം എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ അതൊരു അത്യാവശ്യമാണ് ജീവിതത്തിൽ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഗൂഗിളിലേക്ക് അപ്ലൈ ചെയ്യാണ്ട് അവര് ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ടാണ്. സോ ഇനീഷ്യൽ ഇയേഴ്സ് ഐ ഫീൽ യു ഷുഡ് ഡെഫിനറ്റ്ലി ചൂസ് എ പ്ലേസ് വിച്ച് വിൽ ടീച്ച് യു ദ മോസ്റ്റ്, വിച്ച് വിൽ മേക്ക് യു എ ബെറ്റർ പ്രൊഫഷണൽ rather than the money part of it. Money you can always make later in life too, but skills and that base knowledge, I think it will be hard to kind of come back to. പഠിക്കുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ you're competing with everybody around you. The moment you get out, every company is going to ask you to work with everybody. Tips. ഒരു പരിധി വരെ how you make decisions. No, I think you eliminating what you're not really good at doing and that does not align to your goal is very important.